കഞ്ഞിപ്പശ ഉപയോഗിച്ചിട്ടാണ് ചൈനയിലെ വൻമതിൽ പണിതിരിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നതിൽ ഒരാള് നമ്മുടെ കഞ്ഞിപ്പശയാണ് കേട്ടോ. അതേ, കഞ്ഞിപ്പശയും ചുണ്ണാമ്പും ചേർത്തുള്ള ഒരു പ്രത്യേക മിശ്രിതം ഉപയോഗിച്ചാണ് ചൈനയിലെ ഈ വൻമതിലിന്റെ വലിയൊരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കഞ്ഞിവെള്ളമോ ശർക്കര പാനിയോ കടുക്ക വെള്ളമോ ഇല്ലെങ്കിലും ആ വൻമതിലും മുല്ലപ്പെരിയാർ ഡാമും വീണുപോകില്ല. സ്റ്റിക്കി റൈസ് മിശ്രിതവും സുർക്കി മിശ്രിതവും ചോർച്ചകൾ ഒഴിവാക്കാനുള്ള ഒരു സീലാൻഡ് മാത്രമാണ്. ഇനി അവതാരിക പറഞ്ഞ പോലെ നമ്മുടെ കഞ്ഞിവെള്ളമല്ല സ്റ്റിക്കി റൈസ് മോട്ടാർ. പശയുള്ള ഒരു തരം അരി ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് നന്നായി വേവിച്ച് മുഴുവൻ വെള്ളവും വറ്റിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ചൂടോടെ തന്നെ ചുണ്ണാമ്പും മണലുമായി ചേർത്ത് വലിയ ഉരലുകളിൽ ഇട്ട് നന്നായി ഇടിച്ചുകൂട്ടി ഉണ്ടാക്കുന്നതാണ് ഈ സ്റ്റിക്കി റൈസ് മോട്ടാർ. ഇനി മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ സുർക്കി മോട്ടാർ. അത് ചുണ്ണാമ്പ്, സുർക്കി അതായത് ചുടുകട്ട പൊടി, പിന്നെ ശർക്കരപ്പാവ്, കടുക്ക വെള്ളം. ഇതാണ് സുർക്കി മോട്ടാർ. കേരളത്തിൽ മാധ്യമങ്ങൾ ഇതിനെ തുർക്കി ചുണ്ണാമ്പ് എന്ന് പറയും. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുർക്കിയുമായി ഇതിന് ഒരു ബന്ധവുമില്ല. നമ്മുടെ ഇഷ്ടിക ആണ് സുർക്കി. പറഞ്ഞു വന്നത് വൻമതിൽ ചൈനയിൽ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് സുയി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഈ സാങ്കേതികവിദ്യ വികസിച്ചു വന്നത്. കെട്ടിട നിർമ്മാണ ചരിത്രത്തിലെ ഏറ്റവും മികച്ചൊരു കണ്ടുപിടുത്തമായി ഇത് കണക്കാക്കപ്പെടുന്നു. AD 1368 1644 ഇടയിലാണ് വൻമതിലിന്റെ പുനരുദ്ധാരണത്തിനായി ഈ മിശ്രിതം വ്യാപകമായി ഉപയോഗിച്ചത്. നിർമ്മാണ മേഖലയിലെ മെറ്റീരിയൽ സയൻസ് വെച്ച് നോക്കിയാൽ ഇതൊരു മികച്ച ഓർഗാനിക് ഇനോർഗാനിക് ഹൈബ്രിഡ് മോട്ടാർ മിശ്രിതമാണ്. ചുണ്ണാമ്പ് വായുവിലെ കാർബൺ ഡയോക്സൈഡുമായി പ്രവർത്തിച്ച് കാൽസ്യം കാർബണേറ്റായി മാറി കടുപ്പമുള്ളതാകുന്നു. അതിൽ സ്റ്റിക്കി റൈസ് ചുണ്ണാമ്പിലെ കാൽസ്യം കാർബണേറ്റിന്റെ ക്രിസ്റ്റൽ ഘടനയെ കൂടുതൽ സൂക്ഷ്മവും ശക്തവുമാക്കാൻ ഈ അമിലോപെക്റ്റിന്, അതായത് സ്റ്റിക്കി റൈസിൽ അടങ്ങിയിരിക്കുന്ന ആ സവിശേഷമായ അന്നജത്തിന് സാധിക്കുന്നു. സാധാരണ ചുണ്ണാമ്പ് മിശ്രിതത്തെക്കാൾ പലമടങ്ങ് ഒട്ടൽ ശേഷിയും ബലവും ഇതിനുണ്ട്. വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് തടയാനും ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിയ രീതിയിൽ വഴങ്ങാനും ഈ ഓർഗാനിക് പശ സഹായിക്കുന്നു. എന്നാൽ ശക്തമായ ഭൂകമ്പങ്ങളെ പോലും പ്രതിരോധിക്കാൻ വൻമതിലിന് സാധിച്ചത് കഞ്ഞി പശയുടെ കരുത്തുകൊണ്ടല്ല. വെറും ഒരു സ്റ്റിക്കി റൈസ് മിശ്രിതവും സുർക്കി മിശ്രിതവും ചേർത്തതുകൊണ്ട് മാത്രം ഒരു ഡാമോ വൻമതിലോ നൂറ്റാണ്ടുകളോളം നിലനിൽക്കില്ല. സിവിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, എഞ്ചിനീയറിംഗ് ഇൻജെന്യൂയിറ്റി തന്നെയാണ് ഇതിന്റെയൊക്കെ വിജയരഹസ്യം. ആ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് അവയെ ഇന്നും നിലനിർത്തുന്നത്. വെറും ഒരു കൂട്ടല്ല, അത് ചേർത്തുവെച്ച എഞ്ചിനീയറിംഗ് ബുദ്ധി തന്നെയാണ് യഥാർത്ഥ ഹീറോ. വൻമതിലിന്റെ നിർമ്മാണത്തിന് സ്റ്റിക്കി റൈസ്, ഗ്ലൂട്ടിനസ് റൈസ് എന്ന് വിളിക്കുന്ന നെല്ല് വൻതോതിൽ നെൽകൃഷി ചെയ്യുകയാണ് അന്ന് ഭരണകൂടം ചെയ്തത്. ചൈനയിലും മറ്റ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്നും ഈ അരി മധുരപലഹാരങ്ങൾ അല്ലെങ്കിൽ ഡംപ്ലിംഗ്സ് എന്നിവ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. കഞ്ഞി വെക്കാറില്ല. നമ്മൾ കഴിക്കുന്ന സാധാരണ അരിയിൽ അമിലോസ് കൂടുതലായതുകൊണ്ട് ചോർ ഒട്ടിപ്പിടിക്കാതെ വേറിട്ടു നിൽക്കും. എന്നാൽ ഈ സ്റ്റിക്കി റൈസിൽ 100% അമിലോപെക്റ്റിൻ മാത്രമാണുള്ളത്. ഈ ഘടകമാണ് ഇതിന് അതിശക്തമായ ഒട്ടൽ ശേഷി നൽകുന്നത്. അവിടെ സിമന്റ് പോലെ കല്ലുകളെ ഒട്ടിച്ചു നിർത്തുന്ന ഒരു കെമിക്കലിന്റെ ആവശ്യമില്ല. പ്രകൃതിയിലെ പാറകൾക്ക് മേൽ കാറ്റും മഴയും തട്ടുമ്പോൾ വളരെ പതുക്കെ ബാഹ്യമായ ദ്രവിക്കൽ ഉണ്ടാകുമെന്നത് ശരിയാണ്. എന്നാൽ ഇത് സംഭവിക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം. ഡാം ഇപ്പോൾ പൊട്ടും നാളെ പൊട്ടും എന്ന് ഭീതി പരത്തുന്നവർ തന്നെ അവിടുത്തെ ഭൂമി ചുളിവിലേക്ക് വാങ്ങിക്കൂട്ടുന്നുണ്ടെങ്കിൽ ഈ കൂട്ടർക്ക് ഡാമിന്റെ യഥാർത്ഥ സാങ്കേതികാവസ്ഥയെക്കുറിച്ച് നന്നായി അറിയാം.